സ്വർണത്തിന് വില കൂടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പണയം വെക്കാൻ ചെല്ലുമ്പോഴാ വിവരം അറിയുന്നത്. എന്തൊരു കൊള്ള പലിശ അവരുടെ. ഫീസ് അടയ്ക്കാൻ ഇനി രൂപ 7,000 കൂടി ബാക്കി വേണം. അതിനിപ്പോ എന്ത് ചെയ്യുന്ന? ഒരാൾക്ക് അയാളുടെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ബന്ധുക്കളായിട്ടോ സുഹൃത്തുക്കളായിട്ടോ 5 പേരെങ്കിലും വേണമെന്നാ പറയാ. നിനക്കങ്ങനെ ആരെങ്കിലും ഉണ്ടാ? എനിക്കറിയില്ല. രഞ്ജേട്ടൻ ആരെങ്കിലും ഉണ്ടോ? നമുക്കതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. അയ്യോ, സാറല്ലേ അന്ന് ഇവിടെ? അതെ, ഞാൻ ഡോക്ടർ ജോൺ ചിറ്റിലപ്പള്ളി. എന്താ ഡോക്ടർ ഇവിടെ? അവരെ കൊണ്ടെന്തെങ്കിലും പ്രശ്നം? ഏയ്, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. എന്റെയോ? അതെ, ഞാനൊരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് നടത്തുകയാണ്. ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് എന്ന് പറഞ്ഞാ കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുന്ന ക്ലിനിക് അല്ലേ? അതെ അതെ, വൈഫാണല്ലേ? അങ്ങനെയും പറയാം. അമേരിക്കയിൽ നിന്നുള്ളൊരു ദമ്പതികൾ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വന്നവർക്ക് എന്റെ ഏജന്റ് കൊണ്ടുവന്ന സ്ത്രീകളുടെ ചന്തം പിടിച്ചില്ല. അത് പിന്നെ ആർക്കാണെങ്കിലും ജനിക്കുന്ന കുട്ടി ഇത്തിരി ഭംഗിയായിരിക്കണം ആഗ്രഹം ഉണ്ടാവില്ലേ സാറേ? ഇതാണ് തെറ്റിദ്ധാരണ. ഈ IVF ട്രീറ്റ്മെന്റ് പല തരത്തിലുണ്ട്. ഇപ്പൊ വന്നവരിൽ സ്ത്രീയുടെ ഗർഭപാത്രത്തിന് കുഞ്ഞിനെ ചുമക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് അച്ഛനമ്മമാർക്കുണ്ടാകുന്ന എംബ്രിയോയോ ഭ്രൂണം മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കും. 10 മാസം കഴിഞ്ഞ് കുഞ്ഞിനെ പ്രസവിച്ച് അച്ഛനമ്മമാർക്ക് കൈമാറുന്നു. There won't be any blood relationship with the surrogate mother. അതായത് ഈ കായക്കൊല പഴുപ്പിക്കാൻ പത്തായത്തിൽ വെക്കണ പോലെ അല്ലേ? പഴുത്തു കഴിഞ്ഞാൽ കൊലയ്ക്ക് പത്തായത്തിന്റെ ചായയും വരില്ല. കറക്റ്റ്. വല്ലാത്തൊരു ഉദാഹരണം. സാറേ, ഇതുപോലത്തെ ഒരു സീൻ മോഹൻലാലിന്റെ ഒരു സിനിമയിലില്ലേ? ഞാൻ മോഹൻലാലിന്റെ പുതിയ സിനിമ കണ്ടില്ല. ഇത് പുതിയതല്ലാന്ന്, പഴയ ഒരു സിനിമ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ്. അത്രയും പഴയൊന്നുമല്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളല്ല, ദശരഥം. അത് തന്നെ. പക്ഷെ അതില് ഈ അമ്മ കുട്ടിയുടെ ശരിക്കുള്ള അമ്മയാ. ഇവിടെ അതല്ലല്ലോ സ്ഥിതി. എന്നാലും എന്തൊരു സെന്റിമെന്റ്സ് ആയിരുന്നു അല്ലേ? ഞാൻ കൊറേ കരഞ്ഞതാ. ഗർഭപാത്രം വാടകയ്ക്ക് തരാൻ തയ്യാറുള്ള കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കിട്ടാൻ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ഡോക്ടർ എന്താ കരുതിയത്? പണത്തിന് ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ശരിയാ. ചില റിയൽ എസ്റ്റേറ്റും അല്ലറ ചില്ലറ തരികട പരിപാടികളൊക്കെ ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ പെണ്ണ് കേസിന് ഇറങ്ങേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഡോക്ടർ ചെല്ല്, പോ. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അന്ന് കാറടിച്ച പെണ്ണില്ലേ, അവരിതിന് കറക്റ്റാ. അവർക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ലെന്ന് നിങ്ങളല്ലേ അന്ന് എന്നോട് പറഞ്ഞത്. ഗർഭപാത്രം നൽകുന്ന പെണ്ണിന് 10 ലക്ഷം രൂപ കൊടുക്കും. കമ്മീഷനായി നിങ്ങൾക്കൊരു 25,000 രൂപ വേറെയും തരും. ഞാൻ നേരിട്ട് നിന്നാൽ ശരിയാവത്തില്ല. നിങ്ങളാവുമ്പം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണല്ലോ. ആണ്. എന്നാലും പെണ്ണ് കേസൊക്കെ ആവുമ്പോ അല്ല, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. സംഗതി അവൾക്ക് പണത്തിന് ആവശ്യമുണ്ട്. പക്ഷെ ഇക്കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ കുറച്ച് പണിയാ. ഒരു 50,000 തന്നെ നോക്കാം. 50,000? 50 എങ്കിൽ 50. പക്ഷെ പെട്ടെന്ന് വേണം. എന്നാ ഇപ്പൊ തന്നെ പോവാം അല്ലേ? എന്നാ ഒരു കാര്യം ചെയ്താലോ ഡോക്ടറെ? ഡോക്ടർ വണ്ടി ഇവിടെ കിടക്കട്ടെ, എന്റെ വണ്ടി എടുക്കാം. ആയിക്കോട്ടെ, കാർ എവിടെ? അന്ന് കയറിക്കോ, വാ. ഇതോ? അല്ല, നമുക്ക് ചില ഊട് വഴി കൂടെ ഒക്കെ പോകാനുണ്ടേ, വാ. ഓക്കെ, സൂക്ഷിച്ചു പോണം. ഈ വണ്ടി ഹോം മെയ്ഡ് ആണോ?